എങ്ങനെ കള്ളത്തരം കാണിക്കാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കള്ളത്തരം കാണിക്കാം. അമ്മമാരുടെ കൈകളിൽ അത് എത്തത്തില്ല. രാജലക്ഷ്മി ഷൈജു എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഡാഡി ഗിരിജ ഫാമിലി അവിടെ പോയി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തല്ലാ സുഖല്ലേ? അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോയിൽ 1-2 കമൻറ്റ് കാണുന്നുണ്ട്. ഇത്രയും വലിയ പ്രൊട്ടസ്റ്റ് ഇവിടെ നടന്നിട്ട് നിനക്കൊന്നും പറയാനില്ലേ, നീ വെറും പരദൂഷണം മാത്രം പറഞ്ഞ് നടന്നോ എന്ന് പറയുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായി എൻ്റെ അഭിപ്രായം 35 മിനിറ്റ് ഓർ 34 മിനിറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. സോ ആ വീഡിയോ കാണേണ്ടവർ എൻ്റെ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ജീവമാത, അനാമിക വിഷ്ണു ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സിയാണ്. ഇവരുടെ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ പുതിയതായ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്ന ഒരു ഫീലല്ല. കാരണം എൻ്റെ ചാനലിൽ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ അനാമിക വിഷ്ണുവിൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അനാമികൻ്റെ ചില വീഡിയോസ് ഒക്കെ കാണലുണ്ട്. റാൻഡംലി വരുന്ന വീഡിയോസ്, ചില കോൺട്രവേഴ്സീസ്, ഇവരുടെ തംബ്നെയിൽ, ടൈറ്റിൽ, അത് ഇതൊക്കെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എടുത്ത് സംസാരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു വിഷയം ഇതുവരെ എൻ്റെ മുന്നിൽ എത്തിപ്പെടാത്തത് കൊണ്ട് ഞാൻ അതിനൊരു റെസ്റ്റ് കൊടുത്ത് അവിടെ മാറ്റി നിർത്തിയതാണ്. എന്നാൽ ഇന്നലെ അനാമിക വിഷ്ണുവിൻ്റെ യൂട്യൂബ് ചാനലിൽ അവരുടെ അമ്മ ജീവമാതയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നന്നായി സംസാരിക്കാൻ പറ്റുമെന്നും ജനങ്ങളിലോട്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയം, വീഡിയോ എല്ലാത്തിലോട്ടും കിടക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഓണാണ് വരാൻ വരുന്നത്. ആദ്യം തന്നെ അനാമിക വിഷ്ണു, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ജീവമാത എന്ന് പറയുന്ന ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൽ മെയിനായിട്ട് പല വീട്ടുകാരും ഫാമിലി ഒന്നും നോക്കാൻ പറ്റാത്ത ഒറ്റയ്ക്കായിട്ടുള്ള ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 75% അവിടെ ഉള്ളത് പ്രായമായ അമ്മച്ചിമാരാണ്. ഇവരെ പൊതുവെ പോലീസുകാരും സാമൂഹിക പ്രവർത്തകരുമാണ് ഇവരെടുത്തോട്ട് എത്തിക്കുന്നത്. ഇവർ കുറേ കാലമായിട്ട് അവരെ നോക്കുന്നു, ടേക്ക് കെയർ ചെയ്യുന്നു, ഫുഡ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം ആ ജീവമാതയിലെ ലേഡി എന്ന് വെച്ചാൽ, എനിക്ക് അവരുടെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ പേരിലോട്ട് പോകുന്നില്ല. ആൻഡ് അവരുടെ മകനും ഇപ്പോഴത്തെ മരുമോളായിട്ടുള്ള ജീവമാതയിൽ തന്നെ ഒരു കുട്ടി അനാമിക, അതാണ് ഈ അനാമിക വിഷ്ണു. ഇവരുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്ത് അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ജീവമാതയുടെ ഉള്ളിൽ നടന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. കിട്ടിയല്ലോ, ഒരു ഓർഫനേജ്, പാവങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഓർഫനേജിൽ ഇവർ റീസെൻ്റ്ലി ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റോ റീൽസ് അപ്ലോഡ് ചെയ്യുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അവരുടെ ഒരു പെർട്ടിക്കുലർ ഓർഫനേജിൽ ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ അമ്മമാർക്ക് എന്ത് ചെയ്യണം? ഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ പൈസ ഞങ്ങൾക്ക് തരണം, പൈസ ഇട്ട് തരണം എന്ന രീതിയിൽ, താല്പര്യമുള്ള ആൾക്കാർ പൈസ തരണം എന്ന രീതിയിലൊരു പോസ്റ്റ് ഇട്ടു. ഡെഫിനറ്റ്ലി അതിൻ്റെ താഴെ കുറേ കമൻസ് വന്നു. എന്തിനാ പൈസ തരുന്നത്? നിങ്ങൾക്ക് സാരി തന്നാൽ പോരെ, തുണി തന്നാൽ പോരെ, അത് അമ്മമാർക്ക് കൊടുത്താൽ പോരെ, പൈസ തന്നെ വേണമെന്നെന്താ നിങ്ങൾക്ക് നിർബന്ധം? പൈസ എടുത്തിട്ട് നിങ്ങൾ അടിച്ചു മാറ്റാൻ പോവുകയാണോ? നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടിയാണോ? എന്തിനാ പൈസയിൽ തട്ടിപ്പ് നടത്തുന്നത്? അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് കുറേ കമൻസ് വന്നു. ആ കമൻസ് എടുത്ത് വെച്ചിട്ട് ഇവർ റിയാക്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഇവർക്ക് പറയാനുള്ളത് കേൾക്കാം, അതിനുശേഷം നമുക്ക് ബാക്കിയിലോട്ട് പോകാം. അക്കൗണ്ടിൽ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, നമ്മുടെ അമ്മമാർക്ക് ഓണത്തിനുള്ള ഡ്രസ്സ് സ്പോൺസർ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് കമന്റ് വന്നു. ഞാൻ ആദ്യമേ അതിന്റെ സെറ്റ് മുണ്ടിന്റെ റേറ്റ് 600, ഒരാൾ ചോദിച്ച് 600 രൂപ കുറഞ്ഞ് വാങ്ങിക്കത്തില്ലെന്ന്. നമ്മൾ അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ സെറ്റും കൊണ്ടുപോകണം, അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ നൈറ്റിയാണ് ഇടുന്നത്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മെഡിക്കൽ ക്യാമ്പിനും. നിങ്ങൾ ജീവമാതയുടെ പോസ്റ്റ് നോക്കിയാൽ അറിയാം, നമ്മൾ വർഷത്തിൽ ഒരു സെറ്റും കൊണ്ട് ഓണത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. അതെന്ന് വെച്ചാൽ ഇച്ചിരി ക്വാളിറ്റി ആയിട്ട് കഴിവിയായാലും അത് പന്നലാവാതെ നല്ല ഈ പ്രാവശ്യം നല്ല വീതിക്കുള്ള കരയൊക്കെയുള്ള ഒരു സെറ്റും കൊണ്ട് വാങ്ങിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് 600 രൂപ വില ഇട്ടത്. പിന്നെ ഒരാൾ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ബ്ലൗസ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വിഷയമാവാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരൊരു അമ്മയ്ക്ക് കൊടുക്കുന്ന ഡ്രസ്സിൻ്റെ ഫുൾ റേറ്റ് ഇവരെന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തിട്ടു. എന്നിട്ട് ആ റേറ്റ് വെച്ച് തരാൻ താല്പര്യമുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന രീതിയിലാണ് ഇവർ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കോൺട്രവേഴ്സി വന്നത് സെറ്റ് മുണ്ടിന് 600 സെറ്റ് മുണ്ട് വാങ്ങണം എന്നൊരു ചോദ്യം. അതിനൊരു വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇവർ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മാക്സി മാത്രമാണ്. കൊല്ലത്തിൽ ഒരു തവണ മാത്രമാണ് അമ്മമാർക്കൊരു സെറ്റ് മുണ്ട് വാങ്ങുന്നത്. അപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള സെറ്റ് മുണ്ട് വാങ്ങട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല.
ഞാൻ വലിയൊരു സെറ്റ് മുണ്ട് സാരി ഫാൻ ഗേളൊന്നുമല്ല. പക്ഷെ എന്നാലും എനിക്ക് അത്യാവശ്യം സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമുണ്ട്, നല്ല വില കൂടിയ സെറ്റ് മുണ്ട് വാങ്ങിയാൽ മാത്രമേ നമ്മൾ അലക്കി കഴിയുമ്പം മുണ്ടിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ മുണ്ടെല്ലാം കൂടെ അളിഞ്ഞ് പിളിഞ്ഞ് തുണിക്ക്, കാരണം സെറ്റ് മുണ്ട് സെറ്റ് സാരി ഉടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ആ ഒരു നീറ്റ്നെസ് എന്തായാലും വേണം. ആ മുണ്ട് ഒന്ന് സ്റ്റിഫായി നിൽക്കണം. അന്നേരം വളരെ ലോക്കലായിട്ടുള്ള തുണിയാണ് എടുക്കുന്നത് എങ്കിൽ അതിങ്ങനെ അളിഞ്ഞ് പിളിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 600-700 രൂപേൻ്റെ മുണ്ട് ഒരു അമ്മമാർക്ക് വാങ്ങണം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് മേ ബി കമൻറ്റ് ഇട്ട വ്യക്തികൾ ചിലപ്പോൾ 200-ൻ്റെയും 300-ൻ്റെയും ഒക്കെ സെറ്റ് മുണ്ട് ഉണ്ടാവാം. അത് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞ് ഇവർ ഒരു തവണ അലക്കി കഴിയുമ്പോഴേക്ക് ചുക്കി ചുളിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം എന്താ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വാങ്ങുമ്പോൾ ഒരു നല്ലത് എന്നതായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിന് ഇത്ര പറയാൻ മാത്രം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. 300 രൂപയോ ഇന്ന് 300 എന്ന് വെച്ചാൽ നമ്മൾ തയ്യക്കൂലി തയ്ച്ചല്ല എടുക്കുന്നത്. നമ്മൾ ബ്ലൗസ് റെഡിമെയ്ഡ് ആയിട്ട് ആമസോണിൽ നിന്ന് ഒന്നിച്ച് ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങനെയാണ് ബ്ലൗസ് വരുത്തുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ബ്ലൗസിന് 300 രൂപ കിട്ടു. ബ്ലൗസ് 300 കിട്ടുമെങ്കിൽ ഞാൻ സത്യസന്ധമായി പറയാം ലാഭമാണ്. ലാഭം എന്ന് വെച്ചാൽ ലാഭം. നമ്മൾ ബ്ലൗസിൻ്റെ ഒരു തുണി 1 മീറ്റർ ആയിരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി വരിക. അപ്പോൾ 1 മീറ്റർ ആണെങ്കിൽ നിങ്ങൾ കരുത്, ഏറ്റവും കോട്ടൺ തുണിക്ക് ഏകദേശം ഒരു 110 സംതിങ് വരും. ലൈനിങ് ഉള്ള ബ്ലൗസ് അല്ലെങ്കിൽ 110 1 മീറ്ററിന്. അങ്ങനെ ലൈനിങ് വേണമെങ്കിൽ ലൈനിങ്ങിന് എക്സ്ട്രാ റേറ്റ് വേണം. പിന്നെ നമ്മൾ തുന്നക്കൂലിക്ക് കൊടുക്കുക. ഏത് തുന്നക്കൂലി തുന്നുന്ന ആൾക്കാരെ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ഒരു ബ്ലൗസ് തുന്നാൻ 250 രൂപ വാങ്ങും. 300, 350, 400 വരെ വാങ്ങുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരു 300 രൂപയ്ക്ക് തുന്നിയിട്ടുള്ളൊരു ബ്ലൗസ് ഒരു വ്യക്തിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ലാഭമെന്നേ ഞാൻ പറയൂ. ഇതറിയാത്ത ആൾക്കാരാണ് ഇതിന് അയ്യോ 300 എന്ന് പറയുന്നത്. 300-ന് ബ്ലൗസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേടാ. നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പം ക്വാളിറ്റി ഉള്ള കൊടുത്തൂടെ? അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കും മേ ബി അവർ സർവീസസ് ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞൊരു സാധനമാണ്, ഒരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. വീണ്ടും അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഭയങ്കര എക്സ്പെൻസീവ് അല്ലെങ്കിലും 600 രൂപേൻ്റെ ഒരു സെറ്റുമുണ്ട് അല്ലെങ്കിൽ 300 രൂപേൻ്റെ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്ര വില കൂടിയതല്ല. ഇതിനകത്ത് ഒരു കമന്റ് വന്ന് ഒരു രാജലക്ഷ്മി ഷൈജു എന്ന് പറയുന്ന പുള്ളിക്കാരി കമന്റ് ഇട്ടേക്കുന്നത്, ക്യാഷ് അയക്കാതെ പറഞ്ഞിരിക്കുന്ന ഐറ്റം മേടിച്ച് കൊറിയർ ചെയ്യുക, പറ്റുന്നവർ അമ്മമാരുടെ കൈകളിൽ എത്തും. അപ്പൊ ഞാൻ ദേഷിച്ചൊന്നും പറയുമല്ല, നമ്മൾ കൊറിയറിൽ നിങ്ങൾ അയച്ചു തന്നാലും അമ്മമാരുടെ കൈകളിൽ അത് എത്തത്തില്ല. അതിവിടെ ഓഫീസിലേ വരുത്തുള്ളൂ. അത് അമ്മമാർക്ക് കൊടുത്തില്ല, നമ്മളത് മറച്ചു വെക്കാൻ പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത് ക്യാഷായിട്ട് ചോദിച്ചത് അമ്മമാർക്ക് ഒരേപോലുള്ള നൈറ്റി, ഒരേപോലുള്ള ബെഡ്ഷീറ്റ്, ഒരേപോലുള്ള ബ്ലൗസ് പലരും അങ്ങനെ എടുത്ത് തന്നാൽ നമ്മൾ അതെങ്ങനെ നിങ്ങൾ ഒരു പക്ഷേ വാങ്ങിച്ച് അയച്ചു തന്നാലും നമ്മളത് ഉപയോഗിക്കും. പക്ഷെ ഓണത്തിന് ഇടത്തില്ല. ഓണത്തിന് നമ്മളെല്ലാം ഒരേപോലുള്ള ഡ്രസ്സേ ഇടത്തുള്ളൂ. ബെഡ്ഷീറ്റ് ആയാലും നമ്മൾ ബെഡിൽ ഒരേപോലുള്ള ബെഡ്ഷീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലൗസ് നമ്മൾ അതേപോലെ ഒരേപോലുള്ള ബ്ലൗസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ ഓക്കെ. അപ്പം അടുത്തത് വന്ന ഒരു കമന്റിൽ വന്ന ഒരു വ്യക്തിയുടെ ചോദ്യമാണ്, ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്, പകരം ഡ്രസ്സ് വാങ്ങി കൊടുത്താൽ പോരെ, അത് അമ്മമാർക്ക് കൊടുത്തൂടെ? ശരിക്കും ആ കമൻ്റ് ഇട്ട വ്യക്തി പറഞ്ഞ കമൻറ്റ് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മളും ഇവിടെ പല ഓർഫനേജുകൾക്കും അല്ലെങ്കിൽ തപോവനം പോലെയുള്ള സെൻറ്റേഴ്സിനും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരിക്കലും ചെന്നിട്ട് പൈസ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. എന്നാൽ നമ്മളടുത്ത് ഒരു സ്ഥാപനവും പൈസ ഇങ്ങനെ ചോദിച്ചിട്ടില്ല, പൈസ താ എന്ന് പറഞ്ഞിട്ട്. ഇൻസ്റ്റഡ് എല്ലാവരും ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇപ്പോൾ ഒരു എത്ര ആൾക്കാരുണ്ട് ചോദിക്കും, ഒരു 30 ആൾക്കാരുണ്ടെങ്കിൽ ഒരു 30 ബെഡ്ഷീറ്റ് അല്ലെ 30 മുണ്ട് അല്ലെ 30 ഈ കാര്യങ്ങൾ ഇതങ്ങ് വാങ്ങി കൊടുക്കുകയാണ് നമ്മൾ പൊതുവേ ചെയ്യൽ. അപ്പോൾ ഇതാണ് പൊതുവേ എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെയാണ് സർവീസസ് കൊടുക്കുക. പിന്നെ വല്ല ഈ ഗൾഫിലുള്ള നാട്ടിൽ വരാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയിൽ ഇവരെ ഭാഗമായി 24 മണിക്കൂർ നിൽക്കാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഈ പൈസ നൈസായിട്ട് കൊടുത്തു വിടുക. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരിക്കാം മേ ബി ഇവർ ചോദിച്ചിട്ടുണ്ടാവുക, ഈ കമൻറ്റുകാരൻ ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവരുടെ സൈഡിൽ നിന്ന് ഇവർ തന്ന റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് ഒരുപോലെയാണ്, എല്ലാവരും ഇടുന്ന വസ്ത്രവും ഒരുപോലെയാണ്, മീൻസ് ഒരേ കളറാണ്. അപ്പം ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം വരുന്ന സമയത്ത് എല്ലാ അമ്മമാരും ഒരേ സെറ്റുമുണ്ടും ഒരേ ബ്ലൗസും ഇട്ട് നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതും തെറ്റല്ല.
പക്ഷേ ഇവിടെ വന്നൊരു കമ്മ്യൂണിക്കേഷൻ വ്യത്യാസമാണ്. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ലേഡി വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ആണ്, ജീവമാതയിൽ ഓണാഘോഷം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അമ്മമാർക്കെല്ലാം ആർക്കെങ്കിലും ഡ്രസ്സ് സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾ പൈസ തരിക എന്നുള്ളതാണ്. ഇനി പൈസയല്ല വാങ്ങിത്തരണം എന്നാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒരേ കളറും ഒരേ ഇതും ഉള്ളത് വാങ്ങിത്തരണം എന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ ജനങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. പക്ഷേ ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് വെറും പൈസ മാത്രം മതി എന്ന് പറഞ്ഞതാണ് ഡൈജസ്റ്റ് ആവാത്തത്. ആൻഡ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ഇവർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നടുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അയച്ചാൽ അത് അമ്മമാരെടുത്ത് എത്തില്ല, അത് ഓഫീസിലാണ് എത്തുക, അത് ഓണത്തിന് കൊടുക്കില്ല, പിന്നെ കൊടുക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അമ്മമാർക്ക് വേണ്ടി അയക്കുന്ന സാധനങ്ങൾ ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും അമ്മമാർക്ക് കൊടുക്കുക. പക്ഷേ അവിടെ നിങ്ങൾ എന്തയച്ചാലും അത് ഓഫീസിലേ എത്തൂ എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ് ഐ ഡോണ്ട് തിങ്ക് ദറ്റ്സ് ഗുഡ്. ഇതിൽ അത് മാത്രം മേ ബി അത് ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല, അവരവരുടെ രീതി പറഞ്ഞതായിരിക്കാം, എനിക്ക് ഫീൽ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കമന്റ് ഇട്ടപ്പോൾ അതിനകത്ത് ചിന്തിക്കേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്. ഈ സ്ഥാപനമല്ല വേറെ ഏതൊരു സ്ഥാപനത്തിലായാലും സാധനമായിട്ട് കൊണ്ടു ചെന്നാൽ അത് എത്തും എന്നുള്ളതിന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. കൊടുത്താ കൊടുത്ത്. അപ്പം നമുക്ക് കള്ളത്തരം കാണിക്കാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കള്ളത്തരം കാണിക്കാം. എനിക്കിപ്പോൾ ഈ അമ്മമാർക്ക് 1460 രൂപ ഒരാൾക്ക്, അതായത് ബെഡ്ഷീറ്റ്, ബ്ലൗസ്, ഇന്നർ, എല്ലാം നൈറ്റി എല്ലാം കൂടെ ചേർത്താ ഞാൻ അതിന്റെ റേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യം എനിക്കില്ല. ഉണ്ടോ? അത് അല്ലെങ്കിൽ പിന്നെ എന്റെ സ്പോൺസർമാർക്ക് രഹസ്യമായിട്ട് അയച്ചു കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അങ്ങനെയല്ല. നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം, ഇതെങ്ങനെയാ അയച്ചത്, എങ്ങനെ എടുക്കേണ്ടത്, എങ്ങനെ. നിങ്ങൾക്ക് നമ്മുടെ ജീവമാതയുടെ പോസ്റ്റ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ, സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴും കാണുന്നവർക്കായാലും നമ്മുടെ അമ്മമാരിടുന്ന നൈറ്റി കളർ ഏകദേശം എല്ലാം ഒരേപോലുള്ളതാണ്. ഇവർ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. കാരണം അടിച്ചു മാറ്റണം എന്ന ഇൻറ്റൻഷനുള്ള വ്യക്തിക്ക് പൈസയെ അടിച്ചു മാറ്റാം, മുണ്ടും അടിച്ചു മാറ്റാം, മുണ്ടും മറച്ച് വിൽക്കാം, ബെഡ്ഷീറ്റും മറച്ച് വിൽക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കള്ളത്തരമുള്ള വ്യക്തികളാണെങ്കിൽ ഇവർക്കത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ആൻഡ് രണ്ടാമത് ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇങ്ങനൊരു പോസ്റ്റ് ഇവരിടുന്ന സമയത്ത് ഈ കമൻറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാമായിരുന്നു. സത്യം, ഡയറക്റ്റ് ചോദിക്കാമായിരുന്നു അവർക്ക് കയറി മെസ്സേജ്. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കുമല്ലോ എന്തായാലും കമൻറ്റ് കൂടി ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഇവർക്ക് വേണമെന്ന് ചോദിക്കായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പൈസ പറഞ്ഞത്? ശരിക്കും ഈ പൈസ തന്നെ തരണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി പൈസയല്ലാണ്ട് എന്ന് വെച്ചാൽ അവരയക്കുന്ന പൈസയല്ലാണ്ട് ഞങ്ങൾ ഇത് മുണ്ട് വാങ്ങി തന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കായിരുന്നു. പക്ഷെ അതിന് പകരം ഇങ്ങനെ ഒരു കമൻ്റ് ഇടുമ്പോൾ മേ ബി കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരെ ഒന്ന് റീതിങ്ക് ചെയ്യുമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരി എന്തോ അങ്ങനെ ഇട്ടെന്ന് അറിയത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് പുള്ളിക്കാരിയുടെ ഫോട്ടോ എടുത്തിട്ട് അത് നെഗറ്റീവ്. ഞാൻ ചോദിക്കട്ടെ, പബ്ലിക്കായിട്ട് ഒരു സ്ഥാപനത്തിന്റെ 10-68 പേര് താമസിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ നേരിട്ട് വരികയോ അല്ലെങ്കിൽ നേരിട്ട് ഒരമ്മ ഇവിടെ വന്ന ഒരാളോട് പരാതി പറയുക ഇതേപോലെ കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞാൽ കുഴപ്പമില്ല. ഇതല്ലാതെ കുറെ യൂട്യൂബേഴ്സ് നിന്ന് ഒരു സ്ഥാപനം മെയിൻ ആയിട്ട് ജീവമാതയിൽ എന്തിടുന്ന് അതിനകത്ത് PR വർക്ക് ചെയ്ത് മൊത്തം നെഗറ്റീവ് അടിക്കാൻ ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമുക്ക് അതൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കമന്റ് ഇടുമ്പോൾ ജീവമാതയ്ക്കകത്ത് നിങ്ങൾ ഒരു ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും അമ്മമാരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ അമ്മമാരുടെ ആ പ്രാക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ഈ കമന്റ് കണ്ട് ചിലപ്പോൾ ഈ ചെയ്യുന്നവരും കൂടെ മടിക്കത്തില്ലേ? അപ്പൊ അങ്ങനെ മടിക്കുമ്പോഴത്തേന് ഈ അമ്മമാര് മനസ്സെരിഞ്ഞാലെ കൊണ്ട് അത് അവർക്ക് ഇല്ലാതായത് ആര് കാരണം? മനസ്സറിഞ്ഞ അവർ പ്രാവയൊന്നും വേണ്ട, ഇന്ന വ്യക്തിയൊന്നും വേണ്ട, അവരൊന്നും മനസ്സ് ഉരുകി ഒന്ന് വിഷമിച്ചാൽ അത് ആർക്ക് അത് ഭവിക്കുന്നു? ഇവർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് ഈ വിഷയത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. കാരണം ഇങ്ങനൊരു നെഗറ്റീവ് ഈ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാൻ പോകുന്ന വ്യക്തികൾ വരെ ഓവർ തിങ്ക് ചെയ്യും. ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൽ ഡൗട്ട് വരാം. കാരണം നമ്മൾ പൈസ ഒരു 5 രൂപ ഒരാൾക്ക് ചിലവാക്കുകയാണെങ്കിലും എവിടെ എങ്ങനെ എന്ന് നമ്മൾ അറിയുന്നത് ഒരിക്കലും തെറ്റാന്നല്ല പറഞ്ഞത്. ആ ഡൗട്ട് ഡയറക്റ്റായിട്ട് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. സഹായിക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് സഹായിക്കണം എന്ന് പറയുന്ന ഒരു മനസ്സ് ഒരിക്കലും ഇല്ലാണ്ട് നിൽക്കരുത്. പിന്നെ ഇവർ പറഞ്ഞു, ഈ കമൻ്റ് ഇട്ട വ്യക്തിയുടെ മുഖം അവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു, ഒരു തെറ്റുമില്ല. അവരുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ വായെ തോന്നുന്ന കാര്യങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കെടുത്ത് റിയാക്ട് ചെയ്തൂടെ? അവരുടെ വീഡിയോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ പബ്ലിക്കായിടുന്ന കമൻറ്റ് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കമൻറ്റ് ഇടരുത്. നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടാണല്ലോ, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്യണം. പക്ഷേ പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർ ചെയ്ത് എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇവരുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് കണ്ടുപിടിക്കണം. ഇവർ ചെയ്യാണ്ട് നിൽക്കുന്ന മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഇങ്ങനെ പൈസ കൊടുത്തു, അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ വിത്ത് പ്രൂഫ് നിങ്ങൾ വന്ന് സംസാരിക്കുക. ഡെഫിനറ്റ്ലി ഞങ്ങളൊക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും.
നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്ന കാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് 1% പോലും തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഡെഫിനറ്റ്ലി ഇതെടുത്ത് സംസാരിക്കുന്നത്. പിന്നെ യൂട്യൂബേഴ്സ് ആർക്കും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വേണ്ടി നിൽക്കുന്നില്ല. യൂട്യൂബേഴ്സിന് സ്ഥിരം വീഡിയോസാണ്, സ്ഥിരം കോണ്ടന്റുകളാണ്, സംസാരിക്കാൻ അത്രത്തോളം വിഷയങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും ഈ ജീവന്മാരൊക്കെ എഗെയിൻസ്റ്റ് കുറ്റം പറഞ്ഞിട്ട് പാവ അമ്മച്ചിമാരുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആഗ്രഹിക്കില്ല. അന്നൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തു സംസാരിച്ചു, വിഷയം തീർന്നു. നമ്മളിപ്പോൾ അതിന് ശേഷം ജീവന്മാരുടെ കോൺട്രവേഴ്സി ഞാൻ തന്നെ സംസാരിച്ചിട്ട് എത്രയോ മാസങ്ങളായി. അപ്പം അങ്ങനെ ഒരു തോട്ടമൊന്നും നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട. പിന്നെ നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. പാവപ്പെട്ട വ്യക്തികൾ, ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് എവിടുന്നോ എന്തൊക്കെയോ ആരൊക്കെയോ സർവീസസ് കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, ഇഷ്ടം കൊടുക്കുന്നു, കരുണ കൊടുക്കുന്നു. ആ ഒരു അവസരം ഇല്ലാണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും കിട്ടും. അതിപ്പം പൈസയിലാണെങ്കിൽ അല്ലെങ്കിലും. ഇനിയിപ്പം നിങ്ങൾ പറയുന്നത് പോലെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പൈസ, ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും കള്ളത്തരം ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളത് ഇവർക്കും കിട്ടും. മുകളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നില്ല, ഓരോരുത്തരും വിശ്വസിക്കുന്ന എന്തോ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി ഇതെല്ലാം കാണുന്നുണ്ട്. എന്നു വെച്ചാൽ അതിനകത്ത് വേറൊരാള് ഒരു കമന്റ് ഇട്ടേക്കുന്നത്, വിഷ്ണു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാർ ഒരു കമന്റ് ഇട്ടേക്കുന്നത്, ശരിക്കും ഇവർക്കൊരു ഓണക്കോടി എന്ന് വേണം ക്യാപ്ഷൻ. അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കാൻ പരസ്യം ചെയ്യേണ്ടത് ക്യാഷ് കാൽക്കുലേഷൻ പറഞ്ഞിട്ടല്ല. പറ്റുന്നവർ ഓണക്കോടി മേടിച്ച് ട്രസ്റ്റിന്റെ പേരിൽ അയച്ചു കൊടുക്കാനാണ് പറയേണ്ടത്. അത് പറ്റാത്തവർ ക്യാഷ് കൊടും ചെയ്യും. ഇത് ഡാഡി ഗിരിജ ഫാമിലിക്ക് ഒരു ഓണം കൂടാൻ ക്യാഷ് അയക്കാൻ പറയുന്നതായിരുന്നു നല്ലത്. എനിക്ക് ഓണം കൂടാനെ കൊണ്ട് എനിക്ക് ക്യാഷ് അങ്ങനെ നാട്ടുകാർ അയച്ചു തരേണ്ട കാര്യമില്ല. ഇപ്പൊ നല്ല അധ്വാനിയായിട്ടൊരു ഭർത്താവ് എനിക്കുണ്ട്. എനിക്ക് എന്റെ ഏട്ടൻ ആവശ്യത്തിന് ചെലവിന് വരുന്നുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് അമ്മമാരുടെ പേര് പറഞ്ഞ് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല, ഓണം ഉണ്ടെങ്കിലും കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം ഇപ്പൊ ഞാൻ കള്ളത്തരം പറയരുത്. അപ്പൊ ഞാൻ കള്ളത്തരം പറയത്തുമില്ല, കള്ളത്തരം കാണിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഓണക്കൂടി 4460 എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്തൊരു ഓണക്കൂടിയാ, അവർ നൈറ്റി അല്ലേ ഇടുന്നത്, നൈറ്റിക്ക് എത്രയാവൂ എന്ന് ഉള്ളത് കൊണ്ട് മാത്രം ഇന്നതിന് ഇത്ര രൂപ എന്ന് വെച്ച് നമ്മൾ കടയിൽ ചോദിച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേഷൻ ചെയ്ത് എടുക്കുന്നു. നമുക്ക് പൈസ തരുന്നവർക്ക് നമുക്ക് സാധനത്തിന്റെ ബില്ല് തീർച്ചയായിട്ടും ഞാൻ അയച്ചു കൊടുക്കും. ആവശ്യപ്പെടുന്നവർക്കാണെങ്കിൽ അത് വാങ്ങിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഞാൻ എടുത്ത് ഇടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പം ജനങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ജനങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജനങ്ങൾ സംസാരിക്കും. അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ 1400 സംതിങ് രൂപ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പം ഇത് കാണുന്ന ജനങ്ങളെല്ലാം കരുതി, അല്ലെ ജനങ്ങളുടെ ഒരു വിചാരം, അല്ലെ ജനങ്ങളുടെ തലയിൽ കൂടെ പോയത് ഇവർക്ക് ആഘോഷിക്കാൻ വേണ്ടി എവിടുന്നൊക്കെയോ പൈസ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന്, അല്ലെ ആ പൈസ എടുത്തുകൊണ്ട് ഇവർ ആഘോഷിക്കുക എന്നാണ്. പക്ഷെ അത് മേ ബി ഈ പാവങ്ങളെ നോക്കാൻ വേണ്ടി, ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി കുറേ കാലങ്ങളായി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ ചിലപ്പോൾ ഇവർക്കത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. ആൻഡ് ഇങ്ങനൊരു പൈസ കാൽക്കുലേറ്റ് ചെയ്തിട്ടത് ശരിയാണെന്നോ തെറ്റാണ് എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ സംസാരിക്കായിരുന്നു. ഇപ്പം തന്നെ പറഞ്ഞു, ഞാൻ പൈസ കാൽക്കുലേറ്റ് ചെയ്തിടാൻ കാരണം എൻ്റെ ഈ യൂട്യൂബിലുള്ള വീഡിയോസിൽ ഫുള്ള് അമ്മമാർ എന്തിലാണ്, ഈ നൈറ്റിയിലാണ്. പെട്ടെന്ന് ഈ നൈറ്റ് ഇടുന്ന അമ്മമാർക്ക് എന്തിനാണ് 1400 എന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് സാരിക്ക് ഇത്ര, ബ്ലൗസിന് ഇത്ര, ബെഡ്ഷീറ്റിന് ഇത്ര, ഇന്നവേഴ്സിന് ഇത്ര എന്നൊരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞത് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ പറയുന്ന സമയത്ത് വളരെ ക്ലാരിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇത്രയും വലിയൊരു വീഡിയോയിലോട്ടും ഒരു വിഷയത്തിലോട്ടും പോകാനുള്ള ചാൻസ്. പിന്നെ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ബോധ്യം ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ വാങ്ങിയോ, എവിടെ നിന്ന് വാങ്ങി, എത്ര രൂപ വാങ്ങി, പൈസ എത്രയേ, അമ്മമാർക്ക് കൊടുത്തുന്ന വീഡിയോസും കാര്യങ്ങളും എനിക്ക് കാണണം എന്ന രീതി നിങ്ങൾക്ക് സംസാരിക്കാം. ഇല്ല ഇവരോട് ചോദിക്കാം, നിങ്ങൾ ആ വാങ്ങുന്ന കടയുടെ നമ്പറും ഡീറ്റെയിൽസും തരുമോ, ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കട്ടെ, അങ്ങനെ ചെയ്യാം. ഇല്ല ഇവരോട് ഒരേ കളറും ഒരേ ഇത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സർവീസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്തൂടെ. ഒരു ദിവസം രാവിലെ ഇറങ്ങി വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയി സാധനങ്ങളെല്ലാം വാങ്ങി അവിടുന്ന് ബില്ല് കൊടുത്ത് തിരിച്ച് വന്ന് കൊടുത്ത് ഒരു ദിവസം ഇവരോട് ഫുഡ് കഴിക്കുന്ന അല്ല. പൈസ കൊടുക്കാം, സ്പോൺസർഷിപ്പ് ചെയ്യാൻ തെറ്റില്ല. അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ അത് അവരെ കൂടുതൽ ഹാപ്പി ആക്കുകയാണ് ചെയ്യുക. അത്രത്തോളം കണ്ണിങ്ങായി, അത്രത്തോളം തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഈ ഓണക്കോടി വാങ്ങിച്ചു തരാൻ പറയാഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ അമ്മമാരെല്ലാം ഏകദേശം ഒരേപോലുള്ള ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ അങ്ങനെയാ, അതൊരു ഭംഗിയാണ് എല്ലാവരും ഒരേപോലുള്ള ഡ്രസ്സ് ഇടുന്നത്. നമ്മുടെ വീട്ടിലായാലും എങ്ങനെ നമ്മൾ ഒരേപോലുള്ള ഡ്രസ്സല്ല ഇടുന്നത്. അപ്പം അമ്മമാർക്ക് ഒരേപോലുള്ള ഡ്രസ്സ് ഈ സെറ്റ് കൊണ്ടുവാണെങ്കിൽ തന്നെ വീതിയുള്ള കലയും ഒന്നി നീല ബ്ലൗസ് അല്ലെങ്കിൽ മഞ്ഞ ബ്ലൗസ്, അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ഒന്നിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരോട് നിങ്ങൾ നൈറ്റി എടുത്ത് തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചു തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൗസ് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പല കളറാണ്. നമുക്കപ്പോൾ ഓണത്തിന് അത് ഇടാൻ പറ്റത്തില്ല. നമ്മൾ ഓണത്തിന് ഒരേപോലെ അല്ലാത്തപ്പോഴേ അന്നദാനത്തിനും അല്ലാത്ത ദിവസം മെഡിക്കൽ ക്യാമ്പ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മൾ ഒരേപോലെയുള്ള ഡ്രസ്സ് ഇട്ടോടെ നൈറ്റ് ഇട്ടോണ്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അതൊരു നെഗറ്റീവായിട്ട് പൈസ അവഹരിക്കാനെ കൊണ്ട് ഒന്നുമല്ല. ഒരു അമ്മയ്ക്ക് ഒരു ഓണക്കൂടി എന്ന് വെച്ചാൽ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓരോരുത്തരും സഹായിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അമ്മമാർക്ക് ഈ അന്നദാനവും, നമുക്ക് അന്നദാനം വളരെ കുറവാണ്. എല്ലാ ദിവസവും നമുക്ക് ഫുഡ് കൊടുക്കാൻ സ്പോൺസർമാരില്ല. അപ്പം എല്ലാം നമുക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ അമ്മമാർക്ക് ഓണക്കോടിയും കൂടെ കൊടുക്കാനുള്ള ഒരു
സാമ്പത്തികമില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ആലോചിച്ചതിന് ശേഷം അങ്ങനെ ഒരു പരസ്യം നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ നമ്മുടെ സാധനങ്ങൾ നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുന്നത് നമ്മൾ അടൂരുള്ള എസ് എം സിൽക്കിൽ നിന്ന് അവിടെ നമ്മൾ ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു ബണ്ടിലായിട്ട് നമ്മൾ എടുത്തിട്ട് അത് ഒരു കട്ടിലിന് 2.5 മീറ്റർ കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരേപോലുള്ള ബെഡ്ഷീറ്റ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ SMയിലെ നമ്പർ ഞാൻ തരാം, അതിന്റെ കളർ ഞാൻ തരാം, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു തരാം. പിന്നെ നമ്മൾ ബ്ലൗസ് ആമസോണിൽ നിന്ന് അതിന്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. പിന്നെയെന്ന് വെച്ചാൽ നൈറ്റി, ഏത് നൈറ്റിയാന്ന് വെച്ചാൽ ഞാൻ അതും കൂടെ ഇന്ന് ദൈവം സഹായിച്ച് ഒരു 10-11 പേര് നമുക്ക് അമ്മമാർക്ക് ഡ്രസ്സ് എടുക്കാനെ കൊണ്ട് പൈസ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏത് കളറാന്ന് വെച്ചാൽ ആ ഡ്രസ്സ് എടുക്കുന്ന ആ നൈറ്റിയുടെ ഫോട്ടോയും കൂടെ ഞാൻ ഇട്ടേക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ച് തന്നാൽ വളരെ സന്തോഷം. നമുക്ക് ഈ പൈസ തന്നെ വേണമെന്നില്ല, നമ്മൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഏകദേശം ഈ വിഷയത്തെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ സംഭവിച്ചത് അവർ ആ വീഡിയോയിൽ ഫുൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ വന്ന് അവർ വളരെ വ്യക്തമായിട്ട് ഈ ഫുൾ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരാമെന്ന് പറഞ്ഞു. അവർ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ എല്ലാം ലിങ്കും കാര്യങ്ങളും തരാമെന്ന് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് കയറി അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് അമ്മമാരുടെ എണ്ണം ചോദിച്ചിട്ട് അത്രയും പ്രൊഡക്റ്റ് വാങ്ങി ഇവരുടെ അഡ്രസ്സിലോട്ട് അങ്ങ് ഓർഡർ ചെയ്തോളൂ. എന്നാലും വിഷയമില്ല. ഒരിക്കലും എന്താ പറയുക, ഇങ്ങനത്തെയൊക്കെ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ ഒരു 10-30 അമ്മമാരുണ്ട്. അതിലും സ്ട്രെങ്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 30 ആൾക്കാരെ ഒരു ദിവസം 3 നേരം, 4 നേരം വേണ്ടേ, രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി, ഈ 4 നേരം ഫുഡ് കഴിപ്പിച്ച് പോവുക എന്ന് പറയുന്നത് ചെറുതല്ല. നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്. അവർക്ക് കുളിക്കണം, അതിന് വെള്ളവും സൗകര്യവും വേണം. അവർക്ക് അലക്കണം, അതിൻ്റെതായ കാര്യങ്ങൾ വേണം. അവർക്ക് TV കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ അത്ര എക്സ്പെൻസ് ഓഫ് കോഴ്സ് ഒരു വ്യക്തിക്കുണ്ട്. ഇവരുടെ ജോലി പ്രൊഫഷനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ അനാമിക വിഷ്ണു എനിക്ക് തോന്നുന്നു യൂട്യൂബും കൊണ്ടാണ് പോകുന്നത്. മോളും ഫാമിലിയും എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ അത്രയും എഫോർട്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവർ ഇത്രയും ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അത് ബാക്കിയുള്ളവരെയാണ് ബാധിക്കുക. അല്ലെങ്കിൽ അവരുടെ സർവീസസ് ആണ് കുറഞ്ഞു പോവുക, അവരാണ് വീക്കാവുക. എത്രയൊക്കെ ആണെങ്കിലും ഒരു 10-30 അമ്മമാരെ അവർ കൂടെ നിർത്തി നോക്കുന്നില്ലേ? നമ്മളാരും ചെയ്യുന്നില്ല, നമ്മളാരും നോക്കുന്നില്ല, നമ്മളാരും അങ്ങനെ ട്രസ്റ്റ് ഇല്ല, നമ്മളാരും അങ്ങനത്തെ ഒരു NGO തുടങ്ങിയിട്ടുമില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ഇതാണ് കാര്യം, ഇന്നതാണ് കാര്യം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളതിന് മെയിൻ റീസൺ നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. വേറെ എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ ഓപ്പോസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതവരൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളും ഇതൊരു നെഗറ്റീവാക്കി എടുത്തുകൊണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത്. അവരെക്കാൾ ഉപരി ആ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന കുറേ അമ്മമാരുണ്ട്. ആ അമ്മമാർക്ക് ആ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കളർ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇന്നത് എന്ന് വിശദമായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പം പിന്നെയെന്ന് വെച്ചാൽ അതിനകത്തുണ്ട് ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് ഇടാനെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അങ്ങനെ പ്രൊഫൈൽ അവർ ചിന്തിക്കണ്ടേ? അവർ അക്കൗണ്ടിൽ നിന്ന് ഒരു സ്ഥാപനത്തിനെതിരെ, ഒരു വീടല്ല, ഞാനൊരു വ്യക്തിയല്ല, ഇതൊരു വീടല്ല, 3-4 പേരുള്ള ഒരു വീടല്ല, ഇതൊരു അനാഥാലയമാണ്, ഇതൊരു ആരുമില്ലാത്തവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും തെരുവിൽ നിന്നും നടക്കുന്നവരെ കൊണ്ടുവരുന്ന ആരുമില്ലാത്തവർ ഒരു സ്ഥാപനമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു കമന്റ് എത്ര മനസാക്ഷി. പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത്, കമ്മ്യൂണിറ്റി, ഇവർ 3 കാറ്റഗറി ഓഫ് ആൾക്കാർ ഒരു പേഷ്യൻറ്റിനെ ഒരു വ്യക്തിനെ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവരെ ഉത്തരവാദിത്തം അവരെ കയ്യിലുണ്ട്. അവർ വളരെ വ്യക്തമായി, വളരെ ക്ലിയറായി, വളരെ നീറ്റായി, വളരെ ഡീസൻ്റായിട്ട് അവർ നോക്കും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരാളെ കൊണ്ടാക്കി പോവുകയല്ല. പിന്നെ ഇതിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് കമ്മ്യൂണിറ്റികളും ക്ലബ്സും അസോസിയേഷനും ഓർഗനൈസേഷനും ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇവരുടേതായ രീതിയിലുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പല സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, പല സെറ്റിങ്സിൻ്റെ ഭാഗമാവുന്നുണ്ടോ നമുക്കറിയാം. എന്നാൽ ഇതിൽ ചതിയും കള്ളത്തരവും വഞ്ചനയും കാണിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. പക്ഷേ ചെയ്യുന്നുണ്ടല്ലോ, സർവീസ് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ ഭാഗമാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സർവീസസ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യുക, നോക്കുക, പോസിറ്റീവ് ആവുക, ചെയ്യുക, അത്രയും നമുക്കിവിടെ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ എങ്ങനൊരു നിങ്ങളൊരു കമന്റ് ഇടുന്നത്, നിങ്ങൾ ഒരു നേരത്തെ ഫുഡ് ഇവിടെ തരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരം അമ്മമാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ ആരെയും വീടുകളിൽ പോയി നിർബന്ധിച്ച് കൊണ്ടുവരുന്നതല്ല, പൈസ തന്ന ആരെയും നിർത്തുന്നതല്ല. ഇതെല്ലാം പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷന്റെ കത്താണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നുള്ളത്. അപ്പൊ നമ്മൾ അത്രയും ഇതെടുത്ത് ഓരോ ദിവസം എത്ര എടുത്തുന്ന ആൾക്കാർ നമ്മളെ വിളിക്കുന്നത്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, നിന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അപ്പോഴേ ഞാൻ പോയി കൊണ്ടുവരും, മക്കളൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാക്സിമം അവരെ ഒഴിവാക്കി വിടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു അനാഥാലയം നടത്തുന്നത് അത്ര നല്ല സുഖമുള്ളൊരു കാര്യം
കാര്യമല്ല. ഞാൻ പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചു 600 രൂപയാണോ സെറ്റ് മുണ്ടിനും 300 രൂപയാണോ, എനിക്ക് റെഡിമെയ്ഡ് ഷോപ്പില്ല. ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഷോപ്പിലേക്ക് സാധനം എടുക്കുമ്പോൾ ഞാൻ വെളിയിൽ നിന്ന് അല്ലേ എടുക്കുന്നത്. അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് വില കുറച്ച് നമുക്ക് കിട്ടുമായിരിക്കും. ഞാൻ ഈ 68 പേർക്കുള്ള ഡ്രസ്സുകൾ ഞാൻ എടുക്കുന്നത് ഇവിടെ കൊട്ടാരക്കര ശക്തി എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന്. നിങ്ങൾക്ക് ആ കടയിലെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. കൊട്ടാരക്കര ശക്തി എന്ന് പറയുന്ന കടയിൽ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് അമ്മമാർക്ക് നൈറ്റി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാം ആ നൈറ്റിയുടെ വില എത്രയാണ്, സിറ്റുമുണ്ടിന്റെ വില എത്രയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെയും പോയി അന്വേഷിക്കാം. എനിക്കിപ്പോൾ അമ്മമാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ നമ്മുടെ അമ്മമാർക്ക് എന്തെങ്കിലും എടുത്ത് അയച്ചു തന്നാൽ മതി. അങ്ങനെ അയച്ചു തരാൻ സുമനസ്സുള്ളവര് നമ്മൾ എല്ലാവരെയും നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുന്ന നമ്മുടെ SM സിൽക്കിലെ നമ്പർ തരാം, ആമസോണിന്റെ ലിങ്ക് അയച്ചു തരാം ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നൈറ്റിയുടെ കളർ പറയാം, ഒരേ ഡിസൈൻ വേണമെന്നില്ല, ഏകദേശം ഒരേ കളർ. അപ്പം ദയവ് ചെയ്ത് അങ്ങനെ അയച്ചു തരുക. അങ്ങനെ അയച്ചു തന്നാലേ നമുക്ക് ഓണത്തിന് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഏകദേശം ഈ വിഷയത്തെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ സർവീസസ് ചെയ്യുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു നെഗറ്റീവ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം കൺഫേം ആയിരിക്കണം, ട്രൂ ആയിരിക്കണം, നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടാവണം, എല്ലാം വേണം. വെറുതെ പല വീഡിയോസിൻ്റെയും താഴെ പോയി പലതരത്തിലുള്ള അബ്യൂസീവ് കമൻ്റ് ഇടുന്നത് പോലെ ഇങ്ങനത്തെ പേജിലൊന്നും പോയി ഒരിക്കലും ചെയ്യരുത്. പാവപ്പെട്ട ഒരുപാട് പേരെ സഹായിക്കുകയാണ്. അവരെ സഹായിക്കുന്ന ആൾക്കാർക്ക് വരെ സഹായിക്കാനുള്ള മനസ്സ് പോവും. അവർ വരെ ഒന്ന് റീതിങ്ക് ചെയ്യും. അതുവഴി പല വ്യക്തികൾക്കും പല കാര്യങ്ങളും നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. പിന്നെ മനസ്സിലാക്കുക, തെളിവുണ്ടെങ്കിൽ പറയുക. കാരണം നമ്മൾ പല വീഡിയോസിനും താഴെ പലതരത്തിലുള്ള കമൻസും അതും ഇതൊക്കെ ഇടുന്നുണ്ട്. ഇട്ടോളൂ, നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ഇടേണ്ട, എന്ത് പറയേണ്ട വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ അതിലുപരി നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഡെഫിനറ്റ്ലി എടുക്കണം, സംസാരിക്കണം എന്ന് തോന്നിയത്, എൻ്റെ വീഡിയോ കാണുന്ന 3-4-5 പേർക്കെങ്കിലും ഈ വിഷയത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു രീതിയാണത്. ആ രീതിയിൽ നിങ്ങൾ അവരിപ്പോഴും പറഞ്ഞു, ഞങ്ങൾ ഷോപ്പിൻ്റെ ലിങ്ക് തരാം, നിങ്ങൾ ആ ഷോപ്പിൽ വിളിച്ച് കടക്കാരനോട് സംസാരിച്ച് പറയുന്ന അത്ര പൈസ ആ കടക്കാരന് കൊടുത്തിട്ട് അവിടെ എത്തിച്ചോളൂ. അവരൊരു ഡ്രസ്സ്, ഒരു നൈറ്റീൻ്റെ ഒരു കളർ കോഡ് പറയാം, ആ കളർ കോഡിലുള്ള നിങ്ങൾ വാങ്ങി അയച്ചോളൂ. സെറ്റ് മുണ്ട് ഇന്ന ഷോപ്പ് നിങ്ങൾ വാങ്ങി അയച്ചോളൂ, ഞങ്ങൾക്ക് പൈസ തരണ്ട എന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു എന്തിനിത്ര മുണ്ട്, എന്തിനിത്ര ഇത്, എന്തിനാണ് ഇത്ര ആർഭാടം കാണിക്കുന്നത്, എന്തിനാണ് ഇത്ര കളർ കോഡ്? എടാ, അവരും ജീവിക്കട്ടെ അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ആഗ്രഹത്തിന്. അത് അവർക്കൊരു സന്തോഷമായിരിക്കും, അതൊരു ഹാപ്പിനെസ് ആണ്. നമ്മളൊക്കെ കല്യാണത്തിന് കളർ കോഡ് ഇടലില്ലേ, പരിപാടിക്ക് കളർ കോഡ് ഇടലില്ലേ? ഇനിയിപ്പോൾ സെർണിറ്റിയിൽ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലൊരു ഓണാഘോഷം വന്നാൽ 350% കളർ കോഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ലവ്, ഒരു ഹാപ്പിനെസ്. അപ്പോൾ നമുക്ക് ഈസി ടു ഫൈൻഡ് മിസ്റ്റേക്ക്, കുറ്റം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിനുള്ളിലെ ശരി, അതിനുള്ളിലെ നന്മ, അതത്ര എളുപ്പമല്ല. സോ ഗൈസ്, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ്.